السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. സൂറത്തു യാസീനിലെ 9-ാമത്തെ വചനമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന ഒരു ഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഹിജ്റക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ട് വീട്ടിൽ രാത്രിയിൽ വിശ്രമിക്കുകയാണ്. പുലർച്ചെ പോകണമെന്നതാണ് പ്ലാന്. ആ സന്ദർഭത്തിലാണ് ശത്രുക്കൾ ഗൂഢാലോചന നടത്തി വീട് വളഞ്ഞ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ ശത്രുക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ആ രക്ഷപ്പെടുന്ന ഒരു രംഗമാണ് നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷപ്പെട്ടത്? റഹീഖുൽ മഖ്തൂം എന്ന ഗ്രന്ഥത്തിലും സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വഖദ് ഫശലത്ത് ഖുറൈശുൻ ഫീ ഖുത്തതിഹിം ഫശ്ലൻ ദരീഅ. രാത്രി സമയത്ത് ഖുറൈശികൾ വളരെ ജാഗ്രതയോടുകൂടെ പതിയിരിക്കുകയാണ്. വീട് വളഞ്ഞിട്ട് പതിയിരിക്കുക. ആ സന്ദർഭത്തിൽ ഇത് ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻഹു, അവരെ വെട്ടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ ഫലാ യറൗനഹു, അവർക്ക് നബിയെ കാണാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ വഖദ് അഖദല്ലാഹു അബ്സാറഹും അൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണ്ണിന്റെ കാഴ്ച നബിയിൽ നിന്ന് മാറ്റി കളഞ്ഞു. വഖദ് അഖദല്ലാഹു അബ്സാറഹും, അവരുടെ കാഴ്ച അല്ലാഹു തആല എടുത്തു കളഞ്ഞു അന്നു നബിയിൽ നിന്ന്. ആ സന്ദർഭത്തിൽ ആ വീട്ടില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറ്റുമകനും മരുമകനുമായ അലി ഇബ്നു അബി ത്വാലിബ് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിക്കുന്ന വിരിപ്പും പുതക്കുന്ന പുതപ്പും ഉപയോഗിക്കാൻ അലി ഇബ്നു അബി ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ കതക് തുറന്ന് വീടിന്റെ പുറത്തു നിന്നും വാഖദ ഹുഫ്നതം മിനൽ ബത്ഹാഇ ഫജഅല യദുറുഹു അലൈഹിം, ഒരു പിടി മണൽ വാരിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഹുവ യത്ലു, ഓതിക്കൊണ്ട് ഇങ്ങനെ എറിഞ്ഞു. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നേരത്തെ നമ്മൾ ഓതിയ ആയത്തില്ലേ, സൂറത്ത് യാസീനിലെ 9-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഓതി ഈ ഒരു പിടി മണൽ വാരിയിട്ട് എറിഞ്ഞു. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ, എന്നതിന്റെ അർത്ഥം അവരുടെ മുമ്പിൽ നാം ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ബൈനി ഐദീഹിം സദ്ദാ, അവരുടെ മുന്നിൽ ഞാൻ ഒരു തടസ്സം സൃഷ്ടിച്ചു. വമിൻ ഖൽഫിഹിം സദ്ദാ, അവരുടെ പിന്നിൽ നാം ഒരു തടസ്സം സൃഷ്ടിച്ചു. ഫഅഗ്ശൈനാഹും, അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, ഒന്നും കാണാത്ത രൂപത്തിൽ. ഈ അർത്ഥം ഉൾക്കൊള്ളുന്ന ഈ ആയത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിടി മണൽ വാരിയിട്ട് വിതറി എറിഞ്ഞു. ഫലം യബ്ഖ മിൻഹും റജുലുൻ ഇല്ലാ വഖദ് വളഅ അലാ റഅസിഹി തുറാബാ, ഓരോ ആളിനും ആ മൺതരിയുടെ പ്രഹരമേറ്റു. വിധങ്ങൾ വാരി വിതറി എറിഞ്ഞ ആ മണ്ണിന്റെ തരികള് ഓരോ ആളിനും ഓരോ വ്യക്തിക്കും ഏറ്റു. അങ്ങനെയാണ് വമളാ ഇലാ ബൈതി അബീ ബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോവുകയും ഹത്താ ലഹിഖാ ബിഗാർ സൗർ, അങ്ങനെ ആദ്യം അവർ ഗാർ സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ നേരം പുലർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെട്ടത് ശത്രുക്കൾ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? വബഖിയൽ മുഹാസിറൂന യന്തളിറൂന ഹുലൂല സഅ, ആ സുന്ദരമായ നല്ല നിമിഷത്തിനായി അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ
ഫഖദ് ജാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖറജ പുറത്തു പോയിരുന്നു. അങ്ങനെ ഈ ഒരു സുന്ദരമായ നിമിഷത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുമ്പോ ഫഖദ് ജാഅഹും റജുലുൻ മിമ്മൻ ലം യകുൻ മഅഹും, അവരിൽ പെടാത്ത ഒരു കക്ഷി അങ്ങോട്ട് വന്നു. വറആഹും ബിബാബിഹി, അവര് ആ കക്ഷി ഈ കൂട്ടം ആൾക്കാര് വീട് വളഞ്ഞ രംഗം കാണാണ്. ഫഖാല, അപ്പൊ ആ കക്ഷി ചോദിച്ചു, മാ തന്തളിറൂൻ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങളെന്താണ് ഇവിടെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്? അവരറിയില്ലല്ലോ ഗൂഢാലോചനയെ നബിയെ കൊല്ലാൻ വന്ന സംഭവം. കാലു, അവര് പറഞ്ഞു, മുഹമ്മദിനെ കാത്തുകയാണേ. കാല, ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഖുബ്തും വഖുസ്റുതും, നിങ്ങൾക്ക് നഷ്ടം. വഖദ് വല്ലാഹി മർറബിക്കും, അതാ പോന്ന്. വഖദ് വല്ലാഹി മർറബിക്കും, നിങ്ങളെയും വിട്ട് മുഹമ്മദ് അതാ പോന്ന് എന്നയാൾ പറഞ്ഞു. ആ സമയത്ത് ഖാലു, അവര് പറഞ്ഞു, വല്ലാഹി മാ അബ്സർനാ, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. വഖാമു യംഫല്ലൂന തുറാബ അൻ റൂസിഹിം, അപ്പോൾ അവരുടെ തലയിലേക്ക് നോക്കുമ്പോൾ ഓരോ ആളുകളുടെ തലയിലും മൺതരികളും മറ്റും അനുഭവപ്പെട്ടു അവർക്ക്. അപ്പോ രാത്രി സമയത്ത് എന്തോ ഒരു പ്രഹരം ഓരോ ആളുകളുടെ തലയിൽ ഏൽക്കുന്നതായിട്ട് അവർക്ക് തോന്നിയെന്നും അവർക്ക് മയക്കം സംഭവിച്ചു എന്നും മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ അവര് ആ വീടിന്റെ കതക് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് കാണുന്നത്. വലാകിന്നഹും തത്തലൂ മൻ സയ്യറൽ ബാബ് ഫറഔ അലിയൻ, അവർ അലിയെ കണ്ടു. ഫഖാലു, അവർ ചോദിച്ചു, വല്ലാഹി ഇന്ന മുഹമ്മദുൻ നായിമാ, ഇതിന്റെ ഉള്ളിൽ മുഹമ്മദ് ഉറങ്ങുന്നത് ഞാൻ കണ്ടല്ലോ. ഹത്ത അസ്ബഹു, നേരം പുലരുന്നവരെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരം പുലക്കോളം അവിടെ ഉണ്ടായിരുന്നല്ലോ. വസഅലൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരോട് ചോദിച്ചു എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു, ലാ ഇൽമുൻ ലീ ബിഹി, എനിക്കൊന്നും അറിയില്ല. അത് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും അറിയില്ല. ഇത് സാദുൽ മആദിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ ഇരുവരും അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയും ചെയ്തു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കൂട്ടക്കൊലപാതക ശ്രമത്തിൽ നിന്ന് വിഫലമായ ഒരു വധശ്രമം എന്നാണ് ഇതിനെ ഒരു എട്ടിക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കരുണ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.